അങ്ങനെ പഞ്ചായത്ത് അംഗത്തിൽ വാർത്തകൾ തുടരുകയാണ്. UDF-നെ സംബന്ധിച്ച് അടുത്ത വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതാ ഞങ്ങൾ തൂത്തുവാരുമെന്ന പ്രതീതി ജനിപ്പിക്കുന്ന വിധം അലസരാകാതിരുന്നാൽ മതി. അങ്ങനെ ഒരു ആർജവം സമ്മാനിക്കുന്ന തെരഞ്ഞെടുപ്പ് വിജയമാണ്. LDF-നെ സംബന്ധിച്ച് 3.0 എന്നത് അത്ര എളുപ്പം നടക്കുമോ എന്ന കാര്യത്തിൽ ഒരു ചെറിയ സംശയമെങ്കിലും അല്ലെങ്കിൽ ഇനിയും ഉണർന്ന് പ്രവർത്തിക്കണം എന്ന തോന്നലുണ്ടാക്കുന്നതാണ്. BJP-ക്ക് കുറച്ച് ലഡുകൾ പൊട്ടുന്നതാണ്. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിക്കുമോ എന്നതിന്റെ ഒരു സുരേന്ദ്രൻ പറഞ്ഞതുപോലെ ഞങ്ങൾ ഇവിടെയുണ്ട്. ഇനി ഇടതും വലതും മാത്രമല്ല, അങ്ങനെയല്ല. കേരളത്തിൽ ആ രാഷ്ട്രീയം മാറുകയാണ്. ഇനി ഞങ്ങളെ അവഗണിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് കെ സുരേന്ദ്രൻ പറഞ്ഞത്. അതിന്റെ ഒരു സാക്ഷ്യം, അതിന്റെ ഏറ്റവും വലിയ സാക്ഷ്യം തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെയാണ്. പ്രശാന്ത് കൃഷ്ണൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രശാന്ത്, ഇന്നലെ തന്നെ ലഡു വിതരണം തുടങ്ങിയിരുന്നു ശരിക്കും BJP. അപ്പോൾ അവർ നേരത്തെ തന്നെ കണക്കുകൾ കൂട്ടിയും കിഴിച്ചും ഉറപ്പിച്ചിരുന്നു. ഈ പ്രധാനമന്ത്രിയുടെ ഈ ട്വീറ്റ് തന്നെയാണ് ഏറ്റവും പ്രധാനം. കാരണം ഡൽഹി രാജ്യ തലസ്ഥാനത്ത് തന്നെ BJP-യുടെ തിരുവനന്തപുരം നഗരസഭ പിടിച്ചതിൻ്റെ ആവേശം, അതാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ നിന്നിവിടെ ഇപ്പോൾ വ്യക്തമാകുന്നത്. പ്രധാനമന്ത്രി പറഞ്ഞ വാക്കുകൾ തന്നെയാണ് പ്രധാനം. മാറ്റത്തിൻ്റെ തുടക്കമാണിത് എന്നതാണ്. മാത്രമല്ല, ഒരു വൈബ്രന്റ് സിറ്റി, തിരുവനന്തപുരം നഗരത്തിൻ്റെ വികസനം, ജനങ്ങളുടെ വികസന ആഗ്രഹങ്ങൾ നിറവേറ്റാൻ പാർട്ടി പ്രതിജ്ഞാബദ്ധമാണ് തുടങ്ങിയ വാഗ്ദാനങ്ങളും സന്തോഷവും അദ്ദേഹം പങ്കുവയ്ക്കുന്നു. ഇന്നലെ പറഞ്ഞ ഇന്നലെ രാത്രി തന്നെ BJP-യുടെ ഓൺലൈൻ യോഗം ചേർന്ന് വലിയ സന്തോഷം വരാനിരിക്കുകയാണ്. ഒരു മഹാ ആഘോഷത്തിന് തയ്യാറെടുക്കൂ എന്ന തരത്തിലുള്ള എല്ലാവിധ ഒരുക്കങ്ങളും നടത്തിയിരുന്നു. ഇന്നലെ തന്നെ നമ്മൾ രാത്രിയൊക്കെ തന്നെ ആ വാർത്ത കൊടുത്തിരുന്നതാണ്. ഏകദേശം 15,000 ലഡു ഒക്കെ ഓർഡർ ചെയ്യാനുള്ള ചില ഒരുക്കങ്ങളൊക്കെ നടന്നിരുന്നു എന്നുള്ളതാണ്. ഏതായാലും അതൊന്നും വിവരമായില്ല. മാത്രമല്ല, അത് 50 സീറ്റുമായി BJP അധികാരത്തിലേക്ക് എത്തുമ്പോൾ ഏറ്റവും പ്രധാനം 45 വർഷം നീണ്ട LDF-ന്റെ ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് LDF-ന്റെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് കടന്നു കയറിക്കൊണ്ട് ആ വിജയം BJP-ക്ക് നേടാനായി എന്നത് ചെറിയ കാര്യമല്ല. തീർച്ചയായും ചെറിയ കാര്യമല്ല.